KCL മൂന്നാം സീസണിലേക്ക് എത്തുമ്പോൾ തൃശൂർ ടൈറ്റൻസിനൊപ്പമാണ് നമ്മളുള്ളത്. ഒരു വെടിക്കെട്ട് ടീം, അതാണല്ലോ നമ്മുടെ ടാഗ് ലൈൻ. MS അഖിൽ ഇത് എനിക്കൊപ്പം സഹ ആങ്കറായി എത്തുകയാണ്. അഖില്, ആദ്യം ക്യാപ്റ്റൻ ആയതിന്റെ സന്തോഷം അതെങ്ങനെയാണ്? വളരെയധികം സന്തോഷമുണ്ട്. ഈ പറയുന്ന പോലെ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ തൃശ്ശൂർ ടൈറ്റൻസിലേക്ക് വരുന്നത്. അപ്പോൾ ആ സീസണിൽ തന്നെ ടീമിനെ ലീഡ് ചെയ്യാൻ പറ്റുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് എന്നിൽ ആ ഒരു ട്രസ്റ്റ് ബിലീവ് ചെയ്ത ടീം മാനേജ്മെൻറ്റിന് ഞാൻ അതിന് നന്ദി പറയുന്നു. തൃപ്പൂണിത്തറയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് അല്ലേ? അതെ, തൃപ്പൂണിത്തറയിൽ നിന്ന് തൃശ്ശൂരിലേക്ക്. അപ്പോൾ അഖില് കഴിഞ്ഞ തവണ മികച്ച ഓൾറൗണ്ട് പ്രകടനം പുറത്തെടുത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇക്കുറി തൃശ്ശൂര് അവരുടെ തട്ടകത്തിലേക്ക് കൊണ്ടുവന്ന് ക്യാപ്റ്റൻസി ബാഡ്ജ് ഇദ്ദേഹത്തിന് നൽകിയത്. അപ്പൊ ഒരു കൈയടി ഇല്ലേ അഖിലിന്? അഖില് ഈ അറ്റത്ത് നിന്ന് നമ്മുടെ പ്ലെയേഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്തി തന്നെ. അഖില് ഇങ്ങനെ തിരിഞ്ഞു മൈക്ക് വെച്ചോ, ചോദിച്ചോ. ഇത് ഞങ്ങളുടെ ഫാസ്റ്റ് ബോളർ ശരത് ചന്ദ്ര പ്രസാദ് ആണ്. ദിസ് ഈസ് ഇർഷാദ്. ശരത്തിന് എന്തോ പറയാനുണ്ട്, രണ്ടുപേക്കാം. എന്താണ് ടീമിന്റെ ഇത്ര നാളത്തെ ഒരു അഖിൽ ആദ്യം ആങ്കർ ചെയ്യുന്നോണ്ടാണ് മൈക്ക് ഇങ്ങനെ പിടിച്ച് ഇങ്ങോട്ട് ചോദിച്ചിട്ട് വേണം അടുത്ത ആളിലേക്ക് കൊടുക്കാൻ. ഓക്കെ ശരത്തെ, അപ്പോ നമ്മളുടെ ഇപ്പോ 4-5 ദിവസമായി നമ്മുടെ ക്യാമ്പ് തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട് ആ ഫീല്? വളരെ നല്ല ക്യാമ്പാണ്, നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇത് എൻ്റെ സെക്കൻഡ് സീസണാണ്. കൊള്ളാം, ക്യാമ്പ് വളരെ നല്ലതാണ്. കൊള്ളാം, ബാക്കി കേസിൽ വെക്കാം. ഓക്കെ, ഇത് ഞങ്ങളുടെ ഞാൻ പറയും. ഇർഷാദിനെ നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇർഷാദിന്റെ ഒരു ഗംഭീര വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഓപ്ഷൻ ഇങ്ങനെ കാത്തിരുന്നു അല്ലേ? ഷോൺ റോജർ അവിടെ എനിക്കിത് പറഞ്ഞതാണ്. അപ്പൊ അതൊരു ഗംഭീരമായിരുന്നു. ഇർഷാദെ കമന്റേറ്റർ കൂടിയാണ്. അപ്പൊ നമ്മൾ കമന്ററി കേൾക്കണ്ടേ? കളി നടക്കുമ്പോഴേ കമന്ററി. അവസാന പന്തിൽ ജയിക്കാൻ 6 റൺസ് അഹമ്മദ് ഇമ്രാൻ ഒരു മനോഹരമായ സിക്സർ അടിച്ച് തൃശ്ശൂരിനെ ജയിപ്പിക്കുന്നു. ഒരു കമന്ററി പെട്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് പറയാൻ ഒന്നും വരുത്തില്ലെന്ന്. വേറെ എന്തെങ്കിലും ചോദിക്കാം. സിറ്റുവേഷൻ അവസാന പന്ത് ജയിക്കാൻ 6 റൺസ് അഹമ്മദ് ഇമ്രാൻ ബാറ്റ് ചെയ്യുന്നു. ഒരു യോർക്കർ ലെങ്ത് ബോൾ വരുന്നു, സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് ഒരൊറ്റ ഹിറ്റ് നേരെ ലോങ് ഓണിന് മുകളിലൂടെ പന്ത് ഗാലറിയിലേക്ക്. തൃശ്ശൂർ ടൈറ്റൻസ് കപ്പടിക്കുന്നു. അവസാന പന്തിൽ നീണ്ടു നിന്ന ആവേശത്തിന്റെ ഒരു വലിയ തീക്കാറ്റ്. അങ്ങനെ കുറെ നാളത്തെ കാത്തിരിപ്പ് പോലെ തൃശ്ശൂർ ടൈറ്റൻസിന് വേണ്ടി അഹമ്മദ് ഇമ്രാന്റെ വക ഒരു വെടിക്കെട്ട് 6 ഏവരും കാത്തിരുന്നത് പോലെ അത്രയും മനോഹരമാക്കി തീർക്കുമ്പോൾ that was an unbelievable moment for me. അത് കിട്ടണം. പക്ഷേ KCL-ലേക്കുള്ള എൻട്രി അത് വലിയ ഹാപ്പിയാണ്. തീർച്ചയായിട്ടും ആദ്യത്തെ സീസണാണ്. 2 വർഷം ഓപ്ഷൻ ലിസ്റ്റിലൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് സീസണാണ് ഓപ്ഷനിലും അതുപോലെ തന്നെ ലിസ്റ്റിൽ വരുന്നതെല്ലാം. അപ്പൊ എല്ലാം കൊണ്ടും നല്ലൊരു സീസൺ. ശരി അഖിൽ, ഇത് നമ്മള് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ വിശ്വസ്തനായ ബോളർ ബിജു നാരായണൻ ഫ്രം പറയൂ ബിജു, എന്താണ് നിന്റെ ഒരു ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരേ ടീമിലായിരുന്നു, കൊല്ലം സൈലേഴ്സ് തന്നെ ആയിരുന്നു. അപ്പോൾ ഇത്തവണ തൃശ്ശൂർ ടൈറ്റൻസിലേക്ക് വന്നിരിക്കുന്നു. എന്താണ് നിന്റെ ഫീൽ? ഇവിടെ വന്ന് ഫസ്റ്റ് പ്രാക്ടീസ് കഴിഞ്ഞപ്പോൾ തന്നെ ടീം അടിപൊളി ടീമാണ്, വെടിക്കെട്ട് ടീമാണ്. സത്യം പറഞ്ഞാൽ ടീം ജെല്ലായിട്ടുണ്ട്. പിന്നെ അതിന് പ്രാക്ടീസിന് വരുന്ന ദിവസങ്ങളിൽ പ്രാക്ടീസിന് കുറച്ചുകൂടെ സെറ്റ് ആയിക്കോളും. കഴിഞ്ഞ തവണ ബിജുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതേ പാട്ട് പാടില്ല, പക്ഷെ പന്തെറിയും ഈ ബിജു നാരായണൻ എന്നാണ്. പക്ഷെ ഗംഭീരമായി അവസാന പന്തിൽ ഒരു 6 അടിച്ച് അന്ന് കൊല്ലത്തെ ജയിപ്പിച്ച ആ കരുത്ത് ഇക്കുറി തൃശ്ശൂരിനാണ്. അതുകൊണ്ട് പൊളിക്കാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ആള്. ഇത് നമ്മുടെ പ്രസൂൺ പ്രസാദാണ്. ഓഫ് സ്പിന്നറാണ്, അതുപോലെ തന്നെ നല്ലൊരു ഹിറ്ററാണ്. അപ്പോൾ എന്താ പറയുക, താഴെ ഇറങ്ങിയിട്ട് വമ്പൻ അടികളടിക്കാൻ കെൽപ്പുള്ള ഒരു ബാറ്റ്സ്മാനും കൂടെ ആണ്. അപ്പോൾ പ്രസൂണിനോട് നമുക്ക് ചോദിക്കാം, വിശേഷങ്ങൾ പറയും. ഫസ്റ്റ് സീസൺ ഞാൻ കളിച്ചിരുന്നു. അപ്പോൾ ഒരു ഇഞ്ചുറി ആയിട്ട് പിന്നെ സെക്കൻഡ് സീസൺ കളിക്കാൻ പറ്റില്ല. ഇപ്പോൾ തേർഡ് സീസൺ വീണ്ടും നന്നായിട്ട് ഇപ്പോൾ ടൂർണമെൻ്റൊക്കെ പെർഫോം ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വെയിറ്റിംഗ് ഫോർ ദി മാച്ചസ്. പ്രസൂൺ അവിടുന്ന് ഗംഭീരമായിട്ട് ഹിറ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അടിച്ച സൈഡ് സ്ക്രീനിന്റെ മേലേക്കൊക്കെ അടിച്ചിടുന്നത് കണ്ടിരുന്നു.
അപ്പോൾ ആ പെർഫോമൻസ് കളിയിൽ നമ്മൾ കാണട്ടെ. യെസ്, ഇനി ടെന്നീസ് ബോൾ ക്രിക്കറ്റിന്റെ രോമാഞ്ചം ആ. റമീസ് റമീസ് മലപ്പുറം. റമീസിനെ കുറിച്ച് നമ്മൾ കേട്ടത് 2 മാസം മുൻപ് വരെ അവൻ ടെന്നീസ് ബോൾ കളിച്ച് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. അങ്ങനെ KCL പ്രതീക്ഷ എന്ന് പറയുന്നില്ല, പക്ഷേ നോട്ടമിട്ട് തൃശ്ശൂർ കൊണ്ടുവന്ന ആളാണ്. അതെ അതെ, തീർച്ചയായിട്ടും NSKയിൽ നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ നോട്ടമിട്ട് ലേലത്തിലെടുത്തതാണ് തൃശ്ശൂർ. റമീസേ, മലപ്പുറം നമ്മൾ ഫുട്ബോളിന്റെ നാട് മാത്രമല്ല റമീസേ, എല്ലാം ക്രിക്കറ്റും കൂടിയുള്ള ഒരു നാട് തന്നെയാണ് മലപ്പുറം. പിന്നെ ഫസ്റ്റ് സീസണാണ് കളിക്കുന്നത്. എനിവേ എല്ലാം സെറ്റാണ്. അത് പൊളിക്കും. Okay. Yes. ഇത് നമ്മുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആണ്. ഒരു എന്താ പറയുക, മിഡിൽ ഓർഡറിൽ നല്ല രീതിയിൽ കഴിഞ്ഞ KCL പെർഫോമൻസ് കാഴ്ചവെച്ച നിഖിൽ ടി വിക്കറ്റ് കീപ്പറാണ്, മലപ്പുറത്തു നിന്നാണ്. നിഖിൽ, എന്തൊക്കെയുണ്ട് ഇത്രയും ദിവസത്തെ വിശേഷങ്ങൾ? ഫസ്റ്റ് ഓഫ് ഓൾ നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് തൃശ്ശൂരിൽ. യങ് സൈഡാണ്. ഇപ്രാവശ്യം നല്ല പോസിറ്റീവ് റിസൾട്ട് പ്രതീക്ഷിക്കുന്നു. ഷാരോൺ ആണ്. ഇതുപോലെ തന്നെ ഞാൻ പ്രസൂണിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വമ്പനടികൾക്ക് പേരുകേട്ട ഷാരോൺ ഫ്രം കൊല്ലം. ഷാരോണേ പറ. എന്താ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഫസ്റ്റ് കൊല്ലം കളിച്ചിരുന്നു KCL. ഞങ്ങൾ ഒരു ടീമിലാണ് കളിച്ചത്, ട്രിവാൻഡ്രം റോയൽസിൽ കളിച്ചിരുന്നു. ഒത്തിരി അങ്ങനെ കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. കഴിഞ്ഞ കൊല്ലം കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ടൂർണമെൻറ്റിലൊക്കെ പെർഫോം ചെയ്തിട്ടാണ് ഈ കൊല്ലം തിരിച്ചു വന്നിരിക്കുന്നത്. നല്ല കോൺഫിഡൻസ് ഉണ്ട്, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന്. അടിപൊളിയാക്കണം. അപ്പോൾ തൃശ്ശൂരിലേക്ക് ഞാൻ കൊണ്ടുപോകല്ലേ നമ്മള്? അതെ അല്ലേ? അതെ, ആ റൗണ്ട് വഴി നമുക്ക് കറങ്ങണം അതെ അതെ അല്ലേ? അതെ അതെ. ഈ KCLന്റെ എന്താ പറയാ, പ്രായം കുറഞ്ഞ താരങ്ങളുടെ പട്ടിക എടുക്കുന്ന സമയത്ത് അതിൽ 4 പേരും അല്ല അഖിലേ, 4 പേരും തൃശ്ശൂരിൽ നിന്നാണ്. നമ്മുടെ പ്രിയപ്പെട്ട മാനവ് കൃഷ്ണ ശ്രീലങ്കക്കെതിരെ ഒരു സെഞ്ചുറി അടിച്ചാണ് വരവ്. രോഹിത്ത് ഒരു 196 ഉണ്ടല്ലേ രോഹിത്തിന്, 155 ബാറ്റില് ആ ബോളില്. യെസ്, അങ്ങനെ വരുവാണ്. അമ്മി ദേ നമ്മുടെ ഇന്ത്യൻ ഇന്റർനാഷണൽ. അപ്പം ഇനാൻ. അപ്പം എന്താണ് നിങ്ങൾക്ക് 4 പേർക്കും പറയാനുള്ളത്? വളരെ പെട്ടെന്ന് ഈ മനവ് തന്നെ പറഞ്ഞോളൂ. എക്സൈറ്റഡ് ആണ്. ഫസ്റ്റ് സീസൺ ഓഫ് ദ KCL എക്സൈറ്റഡ് ആണ്. ഒരു യങ് സ്ക്വാഡ് ആണ്. സോ ഒരു എക്സൈറ്റഡ്. അപ്പൊ ഇത്തവണ ചെറുപ്പക്കാരൻ കൊണ്ടുപോകും തൃശ്ശൂരിലെ. ഓഫ് കോഴ്സ് അല്ലേ രോഹിത്തെ? സെറ്റ് ആണല്ലോ. തെറ്റാണ്. പ്രാക്ടീസ് ഒക്കെ എങ്ങനെ പോകുന്നു? അടിപൊളി പോകണം, പ്രാക്ടീസ് അടിപൊളി പോകണം. ഗംഭീര സിക്സറുകളൊക്കെ നേരത്തെ കണ്ടായിരുന്നല്ലോ. വളരെ തീർച്ചയായിട്ടും സൈഡ് സ്ക്രീൻ മുകളിലേക്കാണ് നമ്മൾ. ഏറ്റവും യങ്ങസ്റ്റ് പ്ലെയർ ആണ് ടൂർണമെന്റിൽ. ഏറ്റവും യങ്ങസ്റ്റ് ആണല്ലേ. ഇപ്പൊ വയസ്സ് 18. ഒരുപാട് മുന്നോട്ടേക്ക് പോകട്ടെ. അപ്പൊ ഇവർക്ക് ഒപ്പം കളിക്കുമ്പോഴും നമുക്കൊരു പ്രത്യേക എനർജി ഉണ്ട്. അതെ അതെ, എല്ലാ ചേട്ടന്മാരൊപ്പം കളിക്കുമ്പോൾ പ്രത്യേക ഒരു എനർജിയാണ്. ശരി. ഇതാണ് നമ്മൾ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഒരേ ടീമിൽ വരുമ്പോൾ എത്രമാത്രം സന്തോഷമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കളിക്കണമല്ലോ, അപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ആരായാലും സീനിയേഴ്സ് ആണെങ്കിലും നല്ല ഫ്രണ്ട്ഷിപ്പാണ്. നല്ല ഒരു ആരോട് എന്തുവാണെങ്കിലും ഓപ്പൺ ആവാം. എല്ലാവരും ഓപ്പണാണ്. നമ്മൾ പിള്ളേര് അല്ലെങ്കിൽ സീനിയേഴ്സ് അങ്ങനെ ഒരു വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. യെസ്, നെക്സ്റ്റ് നമ്മുടെ തൃശ്ശൂർ ടൈറ്റൻസ് നിലനിർത്തിയ ഒരു താരമാണ് അർജുൻ AK, വിക്കറ്റ് കീപ്പർ, ലെഫ്റ്റ് ഹാൻഡഡ് ബാറ്റ്സ്മാൻ, മിഡിൽ ഓർഡർ. എന്താ പറയുക, ഇതുപോലെ തന്നെ വമ്പനടികൾക്ക് ഭയങ്കര കെൽപ്പുള്ള ഒരു പ്ലെയറാണ്. അർജുൻ പറ. എന്താ പറയുക, ടീമെല്ലാം അടിപൊളിയാണ്. റാപ്പും എല്ലാം ബിൽഡ് ചെയ്തു അടിപൊളി. എല്ലാം സപ്പോർട്ട് സ്റ്റാഫ് ആയാലും ക്യാപ്റ്റൻ ആയാലും എല്ലാവരും അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ 2 മാച്ച് കഴിഞ്ഞു. അപ്പോൾ കുറച്ചുകൂടി ബിൽഡായി. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന കാര്യങ്ങളെല്ലാം ക്യാപ്റ്റനും സപ്പോർട്ട് സ്റ്റാഫ് എല്ലാം അടിപൊളിയായിട്ട് പറയുന്നുണ്ട്. സോ ക്ലിയർ ആണ്, ഈ പ്രാവശ്യം കുറച്ചുകൂടി അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ. തൃശ്ശൂർ എന്തുകൊണ്ടായിരിക്കും നിലനിർത്തിയെന്ന് അറിയാമോ? അർജുൻ്റെ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം പൂർണ്ണമായും ഗ്രൗണ്ടിൽ കാണിച്ചു കൊടുക്കുക കേട്ടോ. ഉറപ്പായിട്ടും കയ്യടി വേണം. ഇത് ആനന്ദ് ജോസഫ്, നമ്മുടെ ഇടുക്കിക്കാരനാണ്. നമ്മുടെ മെയിൻ ഫാസ്റ്റ് ബോളർ. കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ ടൈറ്റൻസിന് വേണ്ടി തന്നെ കളിച്ചതാണ്. അപ്പോൾ ഇത്തവണയും തൃശ്ശൂർ ടീമിന്റെ ഭാഗമായിട്ടുണ്ട്. എന്താണ് ആനന്ദ്? നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വീണ്ടും തൃശ്ശൂർ തന്നെ കളിക്കാൻ പറ്റിയ സന്തോഷം. എങ്ങനെയുണ്ട് എന്നാലും ഇടുക്കി എന്ന് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു കരുത്തുണ്ടാകുമല്ലോ. അപ്പൊ എന്താണ് ഇത്തവണ ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ടോ? നമുക്ക് കപ്പടിക്കാൻ ടാർഗറ്റ്. അതാണ് ഫസ്റ്റ്. അതിൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം നന്നായിട്ട്. അതിൽ കുറഞ്ഞൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ഒന്നും ചിന്തിക്കുന്നില്ല. അതാണ് ഓക്കെ. ഇത് എൻ്റെ സ്വന്തം നാട്ടുകാരനാണ്, തൃപ്പൂണിത്തുറക്കാരൻ തന്നെയാണ്. അയൽവാസികളാണ്. ഞങ്ങൾ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്. അപ്പോൾ സഞ്ജീവ് സതീശൻ. എന്താണ് സഞ്ജീവേ? നല്ലൊരു വൈബുണ്ട് ടീമിൻ്റെ അകത്താണെങ്കിലും.
പിന്നെ നമ്മൾ നല്ല വെടിക്കെട്ട് ടീമാണ്. ആ. തൂക്കും 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 തന്നെയല്ലേ നീ പറഞ്ഞേ? അക്ഷരൊന്നും മാറിപ്പോയിട്ടില്ലല്ലോ. മാറിപ്പോയില്ലല്ലോ. തൂക്കും അത് ഉറപ്പ്. ഓക്കെ. ആദിത്യ നമ്മള് എപ്പോഴും ശ്രദ്ധിക്കും. എപ്പോഴും ഒരു എന്താ പറയാ ഒരു ഫിലിം സ്റ്റാർ ലുക്കിലൊക്കെ നമ്മൾ എപ്പോഴും കൂടെ കാണാറുള്ളൂ. എപ്പോഴും ഒരു താരം കൂടിയാണ്. നിലനിർത്തിയ താരമാണ്. പറയൂ. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഈ പ്രാവശ്യം വീണ്ടും വെടിക്കെട്ട് തന്നെ കൊണ്ടുവരാൻ തന്നെയാണ് ഞങ്ങളെ പ്ലാൻ. ഒരു രക്ഷയില്ല. ഇത്തവണ നമ്മളെ പോളി ടീമാണ്. പോളി ടീമാണ്. എതിരാളികളോട് എന്താ പറയാനുള്ളത്? വെടിക്കെട്ട് കാത്തിരുന്നു, വെയിറ്റ് ചെയ്തോളൂ. അതാണ് കേട്ടോ. അത്രേ ഉള്ളൂ. അഹമ്മദ് ഇമ്രാൻ വലിയ മാറ്റങ്ങൾ വന്നു എന്ന് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ നമ്മളെ ടീം പറയാണ്. അഹമ്മദ് ഇമ്രാൻ വളരെ മെച്യൂർ ആയിട്ടുണ്ട്, കഴിഞ്ഞ സീസണിൽ നിന്ന് വളരെ വ്യത്യാസം കാണുന്നുണ്ട് എന്നുള്ളത് അഹമ്മദ് ഇമ്രാൻ തന്നെ പറഞ്ഞോളൂ. അങ്ങനെയൊന്നുമില്ല, ഞാനൊരു യങ്സ്റ്റർ ആണ്, പക്ഷെ എന്നെ കൂട്ടുന്നില്ല. എങ്ങനെയുണ്ട് സീസൺ? അടിപൊളിയായിട്ട് പോകുന്നു, നല്ലോണം പോകുന്നു. കഴിഞ്ഞ തവണ ഗംഭീരമാക്കിയതല്ലേ, അപ്പൊ ഇത്തവണ നമ്മൾ വളരെ കോൺഫിഡൻസിൽ നിൽക്കുവാണ്. അതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. പ്രത്യേക ട്രെയിനിങ് ഒക്കെ ഈ സമയത്ത് ഉണ്ടായിരുന്നു, ഗ്യാപ്പിൽ ഉണ്ടായിരുന്നു, നല്ലോണം ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണ് ഒരു ലക്ഷ്യം? ലക്ഷ്യം നമുക്ക് കപ്പടിക്കണം. ടീമിന് വേണ്ടി എത്ര റൺ അടിക്കാൻ പറ്റുമോ അത്ര റൺ അടിച്ചു കൊടുക്കണം, തന്നെയാണ് ലക്ഷ്യം. കപ്പ് നേടണം. അതാണ്. ഓക്കെ. ഷോൺ റോജർ. ഷോണിനെ കുറിച്ച് പറയാം. തിരുവനന്തപുരത്തിന്റെ രോമാഞ്ചമാണ് നമ്മുടെ എന്താ പറയാ തിരുവനന്തപുരംകാരുടെ ആവേശമാണ്. നിങ്ങൾക്ക് തൃശ്ശൂരിൽ നിന്നുള്ള ആരാധകരുടെ തിരക്ക് മാത്രം ആവില്ല. അല്ല, തീർച്ചയായിട്ടും ഷോൺ റോജറിനെ കാണാൻ ഒരുപാട് പേര് ഇവിടെ മാച്ച് കാണാൻ വരുമെന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്. എന്തുണ്ട്? നമ്മളെ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെയും തൃശ്ശൂരിനോട് കളിക്കാനും. അതോടൊപ്പം തന്നെ നല്ല കഴിഞ്ഞ 2 കൊല്ലമായിട്ട് നമ്മൾ സെമി ഫൈനലിൽ എത്തിയ ഒരു ടീമാണ്. സോ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, യങ്സ്റ്റേഴ്സ് ഒരുപാടുണ്ട്. സോ നല്ലൊരു ടൂർണമെന്റ് നമ്മൾ നല്ല രീതിയിൽ കളിച്ച് ഉറപ്പായിട്ട് നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റും. ഇത്തവണ കപ്പാണ്. ഇത്രേ ഉള്ളൂ. കഴിഞ്ഞ തവണ മിസ്സായി പോയതാണ്. ഈ പ്രാവശ്യം തൂക്കണം. തൃശ്ശൂർക്കാരെ കാത്തിരുന്നോളൂ, കാത്തിരിക്കൂ. അതാണ്. ഓക്കെ. ഇനി നമ്മുടെ സപ്പോർട്ട് സ്റ്റാഫുകളും കാര്യങ്ങളാണ്. ഇത് നമ്മുടെ സൈഡ് ആമറാണ് അനൂപ്. എങ്ങനെയുണ്ട്? പിള്ളേരൊക്കെ അടിച്ച് തകർക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും നല്ല സൈഡാണ്, യങ് സൈഡാണ്. അതുകൊണ്ട് തന്നെ ആറ്റിറ്റ്യൂഡ് വൈസ്, ഫീൽഡിംഗ് സൈഡ്, ബാറ്റിംഗ് വൈസ്, ബോളിംഗ് വൈസ് എല്ലാം അഗ്രസീവാണ്. ഉറപ്പായിട്ടും അടിപൊളിയാണ്. റിസൾട്ട് ഉണ്ടാകും ഉറപ്പായിട്ടും. ഓക്കെ. അത് നമ്മുടെ ട്രെയിനർ വൈശാഖ് കഴിഞ്ഞ വർഷങ്ങളിലും തൃശ്ശൂരിന്റെ ഭാഗമായിരുന്നു. ഇത്തവണയും നമ്മളുടെ ട്രെയിനിങ് കാര്യങ്ങളും എല്ലാം സ്ട്രെങ്തനിങ് കാര്യങ്ങളെല്ലാം നോക്കുന്ന വൈശാഖാണ്. എങ്ങനെയുണ്ട് ഇവരുടെ ടീമിന്റെ പുതിയൊരു ഗ്യാങ് വന്നിട്ടുണ്ടല്ലോ, അവരൊക്കെ ഇപ്പോൾ ഒരു ടീം ജെല്ലായല്ലോ, എന്താണ് അവർക്കൊപ്പോൾ ഒരു എക്സ്പീരിയൻസ്? എനിക്കൊന്ന് യങ്സ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ആരും ഫിറ്റ്നസ്സിൽ ആരും മോശമല്ല, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. വർക്ക് വേണ്ടി വരുന്നില്ല, കുറവാണ്, ഇതുവരെ കുറവാണ്. ഈ സീസൺ വളരെ വളരെ ഹാപ്പിയാണ്. എനിക്ക് ആകെ ഈ സീസണിലെ വ്യത്യാസം ആർക്കോ എന്തോ പറയുന്നുണ്ട്, ബിജു നാരായണൻ എന്തോ പറയുന്നുണ്ട്. വരൂ, കടന്നു വരൂ. ഒന്നും പറയില്ല. അല്ല, എന്തോ പറയാനുണ്ട്. അല്ല, നമ്മള് ഒന്നിനൊന്നും എല്ലാവരും കണക്കാ. ഇല്ല, അങ്ങനെ പെർഫോമൻസ് വൈസ് പറഞ്ഞാണ് എല്ലാരും കറക്റ്റാ ചെയ്യണുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ നമുക്ക് പ്രത്യേകിച്ച് അവർക്കാർക്കും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നി ഇപ്രാവശ്യം ഒരു വ്യത്യാസം എനിക്ക് തോന്നി പഞ്ച്വാലിറ്റിന്റെ കാര്യത്തിൽ ഇവരെല്ലാരും ഭയങ്കര പ്രൊഫഷണൽസാണ്. ഒരു സമയം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ഗ്രൗണ്ടിലെത്തും. അത് വളരെ പിന്നെ മാനേജ്മെന്റ് എന്തോ ഞങ്ങൾ മൂന്നല്ലൊരു ഫാമിലി പോലെ, 3ാമത്തെ കൊല്ലായില്ലേ, എല്ലാരും അടിപൊളിയാണ്. സ്വന്തം ടീം. ഓക്കേ, യെസ്, ദിസ് ഈസ് കെവിൻ പീറ്റർ ഓസ്കാർ ആണ് നമ്മുടെ കോച്ച്. എല്ലാവർക്കും അറിയാലോ. അപ്പോ പറയൂ കെവിൻ. ഇല്ല, കഴിഞ്ഞ 2 കൊല്ലം വെച്ച് നോക്കി ഈ വർഷത്തെ ടീം കിടിലൻ ടീമാണ്. കിടിലൻ ടീം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരേ വൈബിൽ പോകുന്ന പ്ലേസാണ്. നമുക്ക് എപ്പോഴും ഒരു ടീം ഗെയിം ആകുമ്പോൾ അതാണ് ആവശ്യം. ആ ഒരു ഫീൽ ഉണ്ട്, ഒരേ വേവ് ലെങ്ത് ആണ്. അതെ. ഗ്രൗണ്ടിൽ പ്രകടമാവും. അതെ, ഷുവർ, ഡെഫിനറ്റ്ലി ഗ്രൗണ്ടിൽ കാണും. പുതിയ താരങ്ങളുണ്ടല്ലോ, 4 താരങ്ങൾ നമ്മൾ നിലനിർത്തി. പുതിയ ആളുകളോട് വന്നതിന് ശേഷമുള്ള ഒരു കോമ്പിനേഷൻ എങ്ങനെയുണ്ട്? കിടിലായിട്ടാണ്. കാരണം എല്ലാവരും ഏകദേശം ഒരേപോലെ തന്നെ ജെല്ലായി പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അടിപൊളിയായിട്ട് ഈ പ്രശ്നം കാണും. ശരി, ഓക്കെ. അഖിലേ? ഇതും അതുപോലെ തന്നെ നമ്മുടെ ഒരു കോച്ചാണ്, നമ്മുടെ എന്താ പറയണേ, ഫോമർ കേരള രഞ്ജി ട്രോഫി, ദുലീപ് ട്രോഫി എല്ലാം കളിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഷാഹിദ് CP നമ്മുടെ കോച്ചാണ്. ഓക്കെ, എത്ര മാച്ചിലായിരുന്നു? 10 മാച്ചിൽ 50 വിക്കറ്റ്. ഈ കയ്യോടെ നിൽക്കൂല, കയ്യടി കുറച്ചുകൂടെ കൂടുതൽ വേണം. എന്താണ്
അതാണ് ഇപ്പം ഞാനും ഈ ടീമിൻ്റെ കൂടെ 3-ാമത്തെ വർഷമാണ്. അപ്പോൾ ഇതൊരു ഫാമിലി പോലെയാണ്. അപ്പോൾ ഈ വർഷം നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ നല്ല യങ്സ്റ്റേഴ്സ് ആണ്, അതിൻ്റെ കൂടെ എക്സ്പീരിയൻസും കൂടിയിട്ടുള്ള ടീമാണ്. അതുകൊണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ കൂടുതൽ ജോലികളില്ല, അവരെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നു. നോക്കി നടന്നാൽ മതി. അതെ, അത്രയേ ഉള്ളൂ. കുറച്ചും കൂടി സിമ്പിളാണ്, നമ്മളെ കാര്യങ്ങൾ കുറച്ചും കൂടി സിമ്പിളാണ്. ഓക്കെ, അപ്പൊ സെറ്റാണ്. അപ്പോൾ വെടിക്കെട്ട് ടീമാണ് ഈ വർഷം കപ്പടിച്ചിരിക്കും. ഇത് നമ്മുടെ ഫീൽഡിംഗ് കോച്ച് മണികണ്ഠൻ ഫ്രം ദുബായ്. ഫ്ലൈറ്റ് വന്നിറങ്ങി നേരെ പിള്ളേർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് നേരത്തെ അവിടെ മാനവിനെയും രോഹിത്തിനെയും അഖിലിനെയും ഒക്കെ ഇട്ട് ചാടിച്ച് കുറെ നേരം പന്ത് കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. അവര് ഇപ്പൊ ഷാഹിദ് പറഞ്ഞാണൊക്കെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അവര് വന്നിട്ട് അവർക്ക് നിങ്ങളുടെ പണി കളയോ നിങ്ങള്? അവർക്കറിയാം അവർക്ക് എന്താണ് വർക്ക് ചെയ്യേണ്ടത്, അവരുടെ എന്തൊക്കെയാണ്, എവിടെയാണ്, ഏത് ആണ് വർക്ക് ചെയ്യേണ്ടത്, അത് അവർ കൃത്യമായി വന്ന് നമ്മളോട് സൂചിപ്പിച്ചിട്ട് നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നതാണ്. അല്ലാതെ നമ്മുടെ പ്ലാനിലൂടെ പോകുന്നതല്ല. അവർക്ക് ഒരു ഏരിയ വിഷൻ ഉണ്ട്. അവർ കൃത്യമായ ഒരു വിഷൻ ഉണ്ട്. നമുക്ക് ആരെയും ഇപ്പം ഫീൽഡിങ്ങിന് വിളിക്കുകയോ അല്ലെങ്കിൽ വന്ന് ക്യാച്ച് എടുക്കണം എന്ന് പറയുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അവർ കൃത്യമായിട്ട് വന്നിട്ട് അവർക്ക് ഇന്ന ടൈപ്പ് ക്യാച്ചസ് വേണം, ഇന്ന ടൈപ്പ് ഫീൽഡിങ് വേണം എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യാറ്. അതും ഇപ്രാവശ്യം എന്താ പറയുക, നല്ലൊരു യങ് ടീമാണ്. ഫീൽഡിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ടീമാണ്. ഗ്രേറ്റ്, അതാണ് കേട്ടോ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വന്തമായ ഒരു വിഷനുള്ള താരങ്ങളുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് ഇവരുടെ ജോലി എളുപ്പമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ കടുപ്പമാണ് ശരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ അനലിസ്റ്റ് മനുചേട്ടനാണ് നമ്മളുടെ എന്താ പറയുക, ഈ പറയുന്ന ബോളേഴ്സിന്റെ ആണെങ്കിലും ബാറ്റ്സ്മാൻമാരുടെ ആണെങ്കിലും ഓരോ വീഡിയോസും കാര്യങ്ങളും അനലൈസ് ചെയ്യുന്ന ആളാണ് മനുചേട്ടൻ. നോക്കി എന്നിട്ട് നോക്കിയിരുന്നിട്ട് എന്താണ് നമ്മൾ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്? ഇപ്പോഴത്തെ നമ്മുടെ ടീം വെച്ച് നോക്കുമ്പോഴത്തേക്കും യങ്സ്റ്റേഴ്സ് ഉണ്ട്, സീനിയേഴ്സ് ഉണ്ട്, എല്ലാവരും കൂടെ എന്താ പറയുക ഒരു നല്ല ബോണ്ടിങ് ഉള്ള ടീമാണ്. അപ്പോൾ കപ്പി കുറഞ്ഞൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കഴിഞ്ഞ ഈ ടീമിൻ്റെ കൂടെ തന്നെയാണ് ഉണ്ടായിരുന്നു. പുതിയ പിള്ളേരൊക്കെ ഉണ്ടോ? പക്ഷെ നമ്മുടെ പിള്ളേരായി എല്ലാം നമ്മുടെ പിള്ളേരാണ്, എല്ലാ ജൂനിയർ പിള്ളേരാണ്, എല്ലാ ജൂനിയേഴ്സാണ്, ജൂനിയേഴ്സാണ്. എന്താ പറയുക, വൈബാണ്, കപ്പടിക്കും. ഇത് നമ്മുടെ അരുൺചേട്ടനാണ്. നമ്മളെ ഈ ടൂർണമെന്റിൽ എങ്ങനെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകാം എന്ന് നോക്കുന്ന ആളാണ്. നമ്മളുടെ ഓരോ ചെറിയ ചെറിയ നിഗിൾസും കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ടു പോകുന്ന അരുൺചേട്ടൻ. അരുൺചേട്ടൻ എങ്ങനെയുണ്ട്? നമ്മുടെ എന്തായാലും എല്ലാവരും പറഞ്ഞ പോലെ ഇതൊരു വെടിക്കെട്ട് ടീം തന്നെയാണ്. പിന്നെ എല്ലാം യങ്സ്റ്റേഴ്സും സീനിയർ പ്ലേയേഴ്സ് എല്ലാവരും ഉണ്ട്. നല്ല അടിപൊളി ടീമാണ്. എനിക്ക് ഈ വർഷം ഈ ടീമിൻ്റെ കൂടെ ഭാഗമാകാൻ പറ്റിയത് എൻ്റെ ഭാഗ്യമായിട്ട് കരുതുന്നു. നന്നായിട്ട് എന്ന് വെച്ചാൽ നല്ലൊരു ഫാമിലി പോലെ നമ്മളെല്ലാം എല്ലാവരും നല്ല ജെല്ലായിട്ട് നല്ല അടിപൊളിയായിട്ട് പോകുന്നു. അപ്പം എന്തായാലും ഇത്തവണ നമ്മുടെ ടീം അനിയന്മാരാണോ ഫ്രണ്ട്സ് ആണോ? എല്ലാം ഒന്നോ രണ്ടോ വ്യത്യാസം അല്ലേ? അതെ, ഫ്രണ്ട്സാണ് എല്ലാവരും ഫ്രണ്ട്സാണ്. പക്ഷെ നല്ല സപ്പോർട്ടിങ് ടീം തന്നെ ഉണ്ട്. ഇപ്പോൾ ഇത്തവണ ഇവർക്കും വേണ്ട എല്ലാ സപ്പോർട്ടിങ് കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട്. ഇവർ നമ്മളെ എന്തായാലും വെറുതെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. ഇവർ വരുന്നതിന്റെ ആവശ്യമില്ല. അതെന്തായാലും ഞങ്ങൾ സമ്മതിക്കില്ല. എന്തായാലും നല്ല അടിപൊളിയായിട്ട് പോകുന്നു. പ്രിയപ്പെട്ട ആളുകൾ അഫ്സലിക്ക നമ്മുടെ മാനേജറാണ്. അഫ്സലിക്ക എങ്ങനെയുണ്ട്? നമ്മുടെ അഫ്സലിക്ക പറയും തീർച്ചയായിട്ടും. ഒരു 3-4 ദിവസമായിട്ടുള്ളൂ നമ്മുടെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഇപ്പോൾ പറയും. അതിന് തന്നെ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഡു വെൽ. നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുക. നമ്മളെ മാച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മളെങ്ങനെ സാറ്റിസ്ഫൈ, അപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ടെങ്കിലും നമുക്ക് ടീമിനെ ഹയർ ലെവലിൽ കൊണ്ടുപോകാം. പിന്നെ വൈശാഖ് പറഞ്ഞതാണ് മെയിനായിട്ടുള്ള പോയിന്റ്. എല്ലാ വർഷവും നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായി. എല്ലാവരും 5 മിനിറ്റ് 10 മിനിറ്റ് ലേറ്റ് ആവും. അപ്പോൾ ഇപ്പോൾ 5 മിനിറ്റ് മുമ്പ് വരുന്നുണ്ട്. ഇത് കീപ്പ് ചെയ്ത് പോവാം. ഓക്കെ, ഗുഡ് ലക്ക് ആണ്. താങ്ക് യു. അങ്ങനെയാണ് അഖിലേ. അപ്പോൾ നമുക്ക് ഏതാണ്ട് അവസാനിപ്പിക്കാനായി അല്ലേ? അവസാനമായിട്ട് എന്താ പറയാനുള്ളത്? നിങ്ങളുടെ തൃശ്ശൂർ ടീം, തൃശ്ശൂരിലെ ആരാധകർ കാത്തിരിക്കുകയാണ്. ഇത്തവണ നമ്മൾ കപ്പെടുക്കൂലേ? ഇത്തവണ നമ്മൾ കപ്പെടുക്കൂലേ? എടുക്കും. അതാണ് ഒരു വെടിക്കെട്ട് ടീമാണ്. ഒരു സൈൻ ഓഫ് പറഞ്ഞേ. മഹേഷ് പോലൂരിനൊപ്പം MS അഖിൽ മീഡിയ അവാർഡിന് വേണ്ടി പറയണം. എന്താ പറയണ്ടേ? മഹേഷ് പോലൂരിനൊപ്പം മഹേഷ് ചേട്ടനോടൊപ്പം. ഓക്കെ, കയ്യടി വേണം. മഹേഷ് ചേട്ടനോടൊപ്പം. ഓക്കെ, റെഡി. അപ്പോ
നടന്നു പറയണോ എന്നിട്ട് സ്ലോ മോഷനിൽ നടന്നു ഞാൻ പോകും പഠിച്ചിട്ടില്ല കേട്ടോ. പഠിക്കാലോ. റെഡി. എന്താ തുടങ്ങണ്ടേ? മഹേഷ് ഏട്ടനോടൊപ്പം ആ. മീഡിയ വണ്ണിന് വേണ്ടി MS അഖിൽ എന്ന് പറഞ്ഞ സ്ലോ മോഷനിൽ നടന്നു പോകും. പണ്ടാരം പെട്ട്. റെഡി. മഹേഷ് ഏട്ടനോടൊപ്പം MS അഖിൽ മീഡിയ വണ്ണിന് വേണ്ടി. കയ്യടി പറഞ്ഞേ. ഇതൊരു 10 ഡേക്ക് എടുത്താലും ശരിയാവുള്ളൂ. അത് മതി. ഇത് ചേട്ടൻ തന്നെ സൈൻ ഓഫ് ചെയ്യണമായിരിക്കും നല്ലത്. ഗ്രേറ്റ്. ഞാൻ കുറച്ചു നേരം വെയിൽ വിളിച്ചു. സോറി.